നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ വാർത്തയിൽ നേരത്തെ നിങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തതാണ്. നമ്മുടെ പള്ളിക്കുന്നിൽ പെട്രോൾ പമ്പിൻ്റെ ഭാഗമായിട്ട് ജയിലിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പെട്രോൾ പമ്പിലെ ജയ് ജവാൻ റോഡിൽ താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളെ പെട്രോളിൻ്റെയും അംശം അവരുടെ കിണറിൽ കണ്ടെത്തിയതായിട്ട് നേരത്തെ തന്നെ വാർത്ത വന്ന ഒരു മാസമായി. അതിൻ്റെ ഭാഗമായിട്ട് ജയിൽ അധികൃതരായിട്ട് ബന്ധപ്പെട്ടു എല്ലാവരും IOC ജയിൽ അധികൃതരൊക്കെ ചേർന്ന് താൽക്കാലികമായ ചില നടപടി പൂർത്തീകരിച്ചു. പക്ഷെ ഇപ്പോൾ കൂടുതൽ കിണറുകളിലേക്ക് അത് വ്യാപിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കൗൺസിലറും ഒക്കെ ചേർന്ന് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത്. അതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായി IOCയെയും ജയിൽ അധികൃതരെ ഇക്കാര്യം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കലക്ടറുമായിട്ടൊരു കലക്ടറെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹി ജയ് ജവാൻ റോഡ് റെസിഡൻസ് അസോസിയേഷനും കൗൺസിലറും MLA എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും കൂടി വന്ന് കലക്ടറുടെ ശ്രദ്ധയിൽ ഈ കാര്യപ്പെടുത്തി. ഏതായാലും IOCയുടെ വാദം അവരിൽ നിലവിൽ ചോർച്ചയില്ല, അവർ നടത്തിയ പ്രഷർ പരിശോധനയുടെ ഭാഗമായി നിലവിൽ ചോർച്ചയില്ലെന്നാണ് അവർ പ്രാഥമികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പെട്രോൾ സാന്നിധ്യം കിണറുകളിൽ കണ്ടെത്തിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിശോധനയിലും ഒക്കെ ഹൈലി പൊല്യൂട്ടഡ് ആണ്. 1% വേണ്ടത് 2000-ത്തിലേറെ% ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നാണ് പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത്. അപ്പോൾ വലിയ സീരിയസ് ആണ്. അവിടെയുള്ള താമസിക്കുന്നവർക്കെല്ലാം ഈ ശുദ്ധജലം ലഭ്യമാവുന്നതിൻ്റെ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കലക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് കലക്ടറോട് അഭ്യർത്ഥിച്ചു. കലക്ടർ വളരെ സീരിയസ് ആയി ആ കാര്യത്തെ എടുത്തിട്ടുണ്ട്. ജയിലുകാരുടെയും ജയിലധികൃതരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ IOC ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്ന് വിശദമായ കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടും ജയിൽ IOC ആളുകളായിട്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കാം എന്ന് കലക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ മറ്റ് പരിശോധനകൾ നടത്താമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്.